കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 കണ്ടെത്തി. കേസിൽ 2 പേരെ വെറുതെ വിട്ടു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. മൊഗ്രാൽ പേരാൽ പൊട്ടോരി മൂലയിലെ അബ്ദുൽ സലാമിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ കുമ്പള ബദ്രിയ നഗറിലെ മാങ്ങാമുടി സിദ്ദിഖ്, ഉമർ ഫാറൂഖ്, പെർവാഡിലെ സഹീർ, പേരാലിലെ നിയാസ്, പെർവാഡ് കോട്ടയിലെ ലത്തീഫ്, ആരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 കണ്ടെത്തിയത്. കേസിലുൾപ്പെട്ട അരുൺകുമാർ, ഖലീൽ എന്നിവരെ വെറുതെ വിട്ടു. 2017 ഏപ്രിൽ 30 വൈകിട്ടാണ് അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സലാമിനൊപ്പമുണ്ടായിരുന്ന നൌഷാദിനും കുത്തേറ്റിരുന്നു. ഇയാളെ വീണുകിടക്കുന്ന നിലയിൽ കാണപ്പെട്ട സ്ഥലത്ത് നിന്നും 50 മീറ്റർ അകലെയാണ് സലാമിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത്. മുൻ കുമ്പള പഞ്ചായത്ത് അംഗം BA മുഹമ്മദിന്റെ മകൻ പേരാൽ പൊട്ടോരിയിലെ ഷഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലും കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ വാഹനം കത്തിച്ച കേസിലും പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൽ സലാം. സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളിലൊരാളായ മാങ്ങാമുടി സിദ്ദിഖിനെ വീടുകയറി ആക്രമിച്ച സംഭവവും ഉണ്ടായിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് സലാമിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കേസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.